രേണു സുധിയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാറുണ്ട്. അഭിനയ മേഖലയിലേക്ക് വന്നതോടെ രേണുവിൻ്റെ ജീവിതം തന്നെ മാറി മറിയുകയായിരുന്നു. മേക്കപ്പും മോഡേൺ വേഷങ്ങളുമൊക്കെയായി പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം ശ്രദ്ധാകേന്ദ്രമായി മാറാറുണ്ട് അവർ. അഭിനയം നേരത്തെ ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഈ മേഖലയിലേക്ക് വരുന്ന കാര്യമൊന്നും ചിന്തിച്ചിരുന്നില്ല. നല്ലതാണെങ്കിൽ പോയി ചെയ്തോളൂ എന്നാണ് ഏട്ടൻ പറഞ്ഞിരുന്നത്. അന്നൊന്നും ഓഫറുകളൊന്നും സ്വീകരിച്ചിരുന്നില്ല. എൻ്റെയും മക്കളുടെയും കാര്യങ്ങളായിരുന്നു എന്നും സുധിച്ചേട്ടന് പ്രധാനപ്പെട്ടത്. ഫ്രീ ടൈമിൽ കുക്ക് ചെയ്യാനും പുറത്തു കൊണ്ടുപോകാനുമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ലൊക്കേഷൻ്റെ ബ്രേക്കിനിടയിലെല്ലാം വിളിക്കും. എല്ലാ കാര്യങ്ങളും ചോദിക്കും. വീട് എന്ന ആഗ്രഹത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹം. അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വേർപാട്. പ്രിയപ്പെട്ടവരെല്ലാം ചേർന്നായിരുന്നു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. മൂത്ത മകനായ കിച്ചുവിൻ്റെയും ഇളയ മകനായ ഋതപ്പൻ്റെയും പേരിലാണ് വീട്. കിച്ചു കോട്ടയത്താണ് കൂടുതലും. പഠനവുമായി ബന്ധപ്പെട്ടാണ് അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയത്. വല്ലപ്പോഴുമാണ് കൊല്ലത്തേക്ക് വരുന്നതെന്നും രേണു പറഞ്ഞിരുന്നു. രേണുവിന് പിന്നാലെയായി ബ്ലോഗ് തുടങ്ങുകയായിരുന്നു കിച്ചു. തൻ്റെ ജീവിതത്തെക്കുറിച്ചും അച്ഛൻ്റെ വിയോഗത്തെക്കുറിച്ചും അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള കിച്ചുവിൻ്റെ തുറന്നുപറച്ചിൽ വൈറലായിരുന്നു. അടുത്തിടെയായിരുന്നു രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. നേരത്തെ തുടങ്ങണമെന്ന് വിചാരിച്ചതാണെങ്കിലും കഴിഞ്ഞില്ല. 90 രൂപയിലായിരുന്നു തുടക്കം. പിന്നീട് അത് വർദ്ധിപ്പിക്കുകയായിരുന്നു. സബ്സ്ക്രിപ്ഷനിലൂടെ വരുന്ന കണ്ടന്റുകൾ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും കാണുകയും ചെയ്യാവുന്ന അവസ്ഥയാണെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. രേണുവിൻ്റെ മാതാപിതാക്കളും സഹോദരിയും കുടുംബവുമെല്ലാം പ്രേക്ഷകർക്ക് പരിചിതരാണ്. എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്നവരാണ് കുടുംബം. എന്ത് ചെയ്താലും അവരെ മാത്രമേ എനിക്ക് ബോധിപ്പിക്കാനുള്ളൂ. ഞാൻ എന്താണെന്നത് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണെന്നും രേണു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ തനിക്കായി ആശുപത്രിയിൽ ക്യൂവിൽ നിൽക്കുന്ന ചേച്ചിയുടെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് രേണു. പാവം ചേച്ചി, ചേട്ടാപ്പി ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു, ഡോക്ടറെ കാണാൻ എന്നായിരുന്നു രേണു കുറിച്ചത്. ദൈവം സുഖപ്പെടുത്തട്ടെ എന്നൊരാൾ കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ദൈവം സുഖമാക്കട്ടെ എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി. എന്താണ് പറ്റിയത്? എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ. ഇപ്പോൾ കുറവുണ്ടോ? ഓക്കെയാണോ? തുടങ്ങി രേണുവിനെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളും വീഡിയോയുടെ താഴെയുണ്ടായിരുന്നു. അതേസമയം തന്നെ രൂക്ഷമായി വിമർശിച്ചുള്ള കമൻറ്റുകളായിരുന്നു. ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ഓർക്കണം, ഒരു ശിക്ഷ എങ്കിലും കിട്ടുമെന്ന്. ഇനിയെങ്കിലും സബ്സ്ക്രിപ്ഷൻ വഴിയുള്ള പരിപാടി നിർത്തി മാന്യമായി ജീവിക്കുമെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ഈ കമൻറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങളായിരുന്നു വന്നത്. അസുഖം വരുന്നത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യമോ? ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? നമ്മൾ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ മരണശേഷം കിട്ടും, അല്ലാതെ അസുഖം വരുന്നത് ശിക്ഷയല്ല. ദൈവത്തെ മറന്ന് അവരെന്ത് ചെയ്തതെന്നാണ് ഇനിയങ്ങോട്ട് ഈ പറയുന്ന നിങ്ങൾ ചെലവിന് കൊടുക്കുമോ? സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്ന് കാണിച്ച് കൂട്ടിയൊന്നും മറന്നിട്ടില്ലെന്നുള്ള കമൻറ്റും പോസ്റ്റിനു താഴെയുണ്ടായിരുന്നു.